ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അല്ല, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്. ഈ സഭയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് വെടിയുണ്ട തീർത്ത അക്രമകാരികൾ ആരാണെന്ന് പറയാൻ ആഭ്യന്തരമന്ത്രി സഭയിലെത്തണം. ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രമത്തിന് ഉത്തരവിട്ടത് ആരാണ് എന്ന് പറയാതെ പ്രതിപക്ഷം സംതൃപ്തരല്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്, നാടൊട്ടാകെ ആവശ്യപ്പെടുന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ 13 ദിവസക്കാലം പാർലമെന്റ് സമ്മേളിച്ചിട്ടും അമിത്ഷായ്ക്ക് പാർലമെന്റിലേക്ക് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല, ലോക്സഭയിലേക്ക് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. എന്താണ് അദ്ദേഹം ഭീരുവായി മാറുന്നത്? അദ്ദേഹം പറയണ്ടേ? രാജ്യം ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമല്ലേ. ആരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ പറഞ്ഞത്? AK-47 ഉപയോഗിക്കാൻ പറഞ്ഞത് ആരാണ്? ഈ ഉത്തരം നമുക്ക് കിട്ടേണ്ടത് ആവശ്യമില്ല. പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ഒളിഞ്ഞു വന്ന് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ മുറിയിലിരിക്കുകയാണ്. ലോക്സഭയിൽ വരില്ല, രാജ്യസഭയിൽ വരില്ല. രാജ്യസഭാ ചെയർമാന് വരെ പറയേണ്ടി വന്നു പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന്. അപ്പോൾ ആ ബില്ലിൽ ഏത് ബില്ലായാലും അമിത്ഷാ സഭയിൽ വന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നതുവരെ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ അത് വ്യക്തമായിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. കിരൺ റിജിജുവിനെ വിളിച്ചിട്ട് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം. ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി നടപ്പിലാകുമ്പോൾ സർവകക്ഷി യോഗം വിളിച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലിന് സാധാരണ ചെയ്യുന്ന അതാണ്, സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഒരു സമവായം ഉണ്ടാക്കണം. അതിന് ഗവൺമെന്റ് തയ്യാറാകണം. ഈ രണ്ട് കാര്യങ്ങളുമാണ്. അതല്ലാതെ ഡീലിമിറ്റേഷൻ ബില്ല് അവരിപ്പോൾ ചെയ്തിരിക്കുന്ന തിങ്കളാഴ്ച, നാളെ വൈകുന്നേരത്തെ ലിസ്റ്റ് ഓഫീസർ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നുമില്ല. അപ്പോൾ ഏതും വരാം. അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ഡീലിമിറ്റേഷൻ ബില്ലാണോ, സ്പെക്കുലേഷൻ ഉണ്ട്. FCRA ബില്ലാണോ, സ്പെക്കുലേഷൻ ഉണ്ട്. ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ചുളുവിലൂടെ അപ്പം ചുടുന്നത് പോലെ പാസാക്കേണ്ടതല്ല ഇത്രയും നിർണായകമായ രാജ്യത്തെ ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങൾ. അതുകൊണ്ട് അതിന് ഫലപ്രദമായ ചർച്ച ഉണ്ടാകണമെങ്കിൽ അമിത്ഷാ ആദ്യം പാർലമെന്റിൽ വന്നിട്ട് വിശദീകരണം നൽകട്ടെ. ആര് പറഞ്ഞു? അല്ല, ഞാനതിന്റെ പ്രസ്താവന ചില മാധ്യമങ്ങളിലൂടെ കണ്ടതേ എനിക്കും അറിയുള്ളൂ. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഇന്നലെ ഇപ്പോൾ അലഹബാദിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിപാടി. ഈ പറയുന്ന താങ്കൾ അത് കണ്ടിട്ടുണ്ടോ അറിയില്ല. അലഹബാദ് പരിപാടി, ആ അലഹബാദ് പരിപാടി യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ആ പരിപാടി പരമാവധി തകർക്കാൻ ശ്രമിച്ചു. ആ പരിപാടിയിലേക്ക് പോകുന്ന വഴിയിൽ പോലും വിസർജ്യ മാലിന്യം വരെ അവർ വിതറി. ഞങ്ങളിതിൽ പറഞ്ഞതാണത്. എത്രയേറെ പ്രകോപനം. ആദ്യം വെന്യൂ നിഷേധിപ്പിച്ചു, സ്കൂൾ കോളേജിന്റെ മാനേജറെ കൊണ്ട് വെന്യൂ നിഷേധിപ്പിച്ചു. പിന്നീട് വെന്യൂ അനുവദിച്ചു, പക്ഷേ വെന്യൂവിലേക്കുള്ള വഴിയിൽ അകാരണമായിട്ട് വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഇന്നലെ അവിടെ കണ്ട രംഗം എന്തായിരുന്നു? അലഹബാദ് കണ്ട രംഗം അത് കോൺഗ്രസ്സുകാരല്ല, യൂത്ത് കോൺഗ്രസ്സുകാരും NSUക്കാരും ഒന്നുമല്ല, ഇന്ത്യയിലെ ഈ റിയൽ ജെൻസി. അതുതന്നെയായിരുന്നു കോട്ടയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഡെറാഡൂണിലുണ്ടായത്. ഞങ്ങളിത് ഈ മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച വിദ്യാർത്ഥിയെ ആദ്യമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു? രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനികളെ, തല്ലിയ വിദ്യാർത്ഥിനികളെ, ആൺ പോലീസുകാർ തല്ലിയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് ആരായിരുന്നു? രാഹുൽ ഗാന്ധി. ആ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണ് നാളിതുവരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്തവണ്ണം പ്രൈം മിനിസ്റ്ററുടെ വസതിക്ക് മുന്നിലേക്ക് പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാം പോയത്. രാജ്യം തന്നെ ശ്രദ്ധയോടെ നോക്കിക്കണ്ട ഏറ്റവും വലിയ സമരമാർഗമായിരുന്നു അത്. ജൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കാണാൻ എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നത് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണം. പിന്നെ എപ്പോഴും നമ്മളൊരു കാര്യം, കോൺഗ്രസ്സുകാർ പാർട്ടി ചട്ടക്കൂടിൽ അക്ഷരത്തിൽ നിൽക്കുന്നില്ലെങ്കിലും BJPക്ക് സൂഹിക്കുന്ന മാത്രം വർത്തമാനം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കണം നമ്മൾ. അത്രേ ഉള്ളൂ. BJPക്ക് സൂഹിക്കും രാഹുൽ ഗാന്ധിയെ രണ്ട് കുറ്റം പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് രണ്ട് മോശം പറഞ്ഞാൽ അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും.
അതിൽ നിന്നും നമ്മളെല്ലാവരും നമ്മൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞ് അദ്ദേഹം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അറിഞ്ഞ അദ്ദേഹം പറയാൻ സാധ്യതയുമില്ല, അറിഞ്ഞോ അറിയാതെയോ അത്തരം കാര്യം പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയാണ് എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അല്ല, ഞാൻ പറഞ്ഞതിന് അർത്ഥമുണ്ട്. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇന്നുവരെ കണ്ടില്ലാത്ത വണ്ണം യുവതലമുറ പ്രക്ഷോഭത്തിന്റെ വഴിയിലാണ്. ഈ സർക്കാരിൽ നിന്നും മടുത്തിരിക്കുകയാണ് അവർ. ആ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഏറ്റെടുത്തുകൊണ്ടാണ് ഏറ്റവും ശക്തവും ഏറ്റവും സുസജ്ജവുമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എവിടെ മാത്രമല്ല, ഇത് മൂന്ന് മാത്രമല്ല, ഇനി ഇന്ത്യയിലൊട്ടാകെ അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവേദിക്കുന്ന പരിപാടിയാണ്. അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, വിദ്യാർത്ഥികൾക്ക് എന്ത് ചോദ്യവും എന്നോട് ചോദിക്കാം. പരസ്യമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് വിദ്യാർത്ഥികളോട് പറഞ്ഞിരിക്കുകയാണ്, എന്ത് ചോദ്യവും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഭയപ്പെട്ടോടുന്ന, ചോദ്യങ്ങളെ പേടിച്ച് സഭയിൽ പോലും വരാത്ത അമിത്ഷായ്ക്കും മോഡിക്കുമുള്ള മറുപടിയാണത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങളും ചോദ്യങ്ങളും എന്നോട് ചോദിക്കാമെന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ എല്ലാ കോൺഗ്രസുകാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.